ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ മാജിക് മെഷറു റിവ്യൂലോട്ടാണ്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരമാണ്, കൊല്ലം ജില്ലയിലെ. ഈ സ്ഥലമായാലും കൊല്ലം ജില്ലയിലെ ഏതൊരു സ്ഥലമായാലും എടുത്തു നോക്കിയോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഷോ ഉണ്ടാവാറില്ല. സാധാരണ 10 പേരെ ഉണ്ടെങ്കിലും മിനിമം 10 പേരെങ്കിലും ഉണ്ടെങ്കിലേ ഷോ ഇടത്തുള്ളൂ. അത്രയും പോലും ഉണ്ടാവാറില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഈ ഒരു പടം ഇറങ്ങിയിട്ട് 2 ദിവസത്തിൽ കൂടുതൽ കണ്ടായി. ഇന്നാണ് പടം കണ്ടത്. 5 പേരെ കണ്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. അങ്ങനെ ആണ് പടം ഇട്ടത്. പടം കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, എല്ലാണോ ഇതിനകത്ത് ഡയറക്ടർ എല്ലാണോ ഓരോ മാജിക് മഷ്റൂം ആണോ കഞ്ചാവാണോ അതോ ഇനി 2 എണ്ണം അടിച്ചിട്ടാണോ ഇത് ചെയ്തതെന്നും കൂടെ തോന്നിപ്പോയി. അതേപോലത്തെ ഒരു പടമാണ് മാജിക് മഷ്റൂം. ഡയറക്ടർ നാദിർ ഷാ, റൈറ്റർ ആകാശ് ദേവ്. ഈ റൈറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 എണ്ണം അടിച്ചിട്ടൊക്കെ ആയിരിക്കും എഴുതിയത്. അതിൻ്റെ കൂടെ നാദിർ ഷായും തോന്നി പറഞ്ഞാണ് ഇതേപോലെയൊക്കെ അങ്ങ് ചെയ്താൽ മതിയെന്ന്. പിന്നെ മ്യൂസിക് ചെയ്തേക്കുന്നത് നാദിർ ഷാ തന്നെയാണ്. നാദിർ ഷാ പഴയ സ്റ്റേജ് ഷോയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പരമബോറായിരുന്നു. അത് കഴിഞ്ഞിട്ട് BGM ചെയ്തേക്കുന്നത് മണികണ്ഠൻ ആചാരി. എനിക്ക് അത്യാവശ്യം നല്ല മ്യൂസിക്കാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പുള്ളിക്കൊരു ഡിപ്രഷൻ കാണും. അപ്പോൾ ആ ഡിപ്രഷൻ വെച്ച് ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ ഇമോഷൻ ഉണ്ടാക്കണം, അതിനകത്തൂടെ പോകണം. ഇതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം പുള്ളിക്കാരൻ്റെ ആദ്യത്തെ പടം കട്ടപ്പനയിലെ ആദ്യത്തെ പടമല്ല, നാദിർഷേന കട്ടപ്പനയിലെ കൃതിറോഷൻ എടുത്ത് നോക്കിയാലും അതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന ക്യാരക്ടർ അതൊക്കെ തന്നെ. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കട്ടപ്പനയിലെ കൃതിറോഷൻ ചെയ്തേക്കുന്നതാണ് എൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിബിൻ ജോർജും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടെയാണ്. ഇനി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഞാൻ ഒരു മോശം ആക്ടറാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇന്ന് ഈ ബിബിൻ ജോർജുമായിട്ടുള്ള കൂട്ടുകെട്ട് എന്ന് നിർത്തുന്നു, അന്ന് വിഷ്ണു ഉണ്ണികൃഷ്ണൻ രക്ഷപ്പെടും. അതേ പറയാനുള്ളൂ. പുള്ളിക്കാരൻ ഇതിനകത്തും ഒരു ഡിപ്രഷനുള്ള ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പുള്ളിയുടെ കൊച്ചു പരുവത്തി പുള്ളിക്കാരൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്യും. അതായത് പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് കിണറ്റി ചാടുമ്പോൾ ഒരു അമ്മ മരിക്കും. അപ്പോൾ ഇവൻ രക്ഷപ്പെടും, ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ആ രക്ഷപ്പെടുന്നത് ആ ഡിപ്രഷനുണ്ട്. അപ്പം ഇത് എന്തിനാ സൂയിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ, ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനാണ് ജാഫർ ഇടുക്കിയുടെ അമ്മ ഹിന്ദു, ഇയാൾ ക്രിസ്ത്യൻ. അപ്പോൾ ഇവർ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയതിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്, വഴക്ക് കാരണം. അപ്പോൾ ഇതാണ് ഇതിനകത്ത്. ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഒരു തീം എന്തുവാന്ന്. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴേ എനിക്ക് പടത്തിൻ്റെ നിലവാരം എനിക്ക് മനസ്സിലായി. അത് വേറെ ഒന്നുമല്ല, ഒരു പള്ളിക്കകത്ത് ഏതോ ഒരു പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കൊച്ചു പരുവം കാണിക്കുന്നത്. അതിനകത്ത് ഡിപ്രഷൻ അടിച്ച് മുള്ളും. അപ്പം മുള്ളുന്നത് കണ്ടുകൊണ്ട് ഈ പള്ളിയിലുള്ളവരെ പള്ളിയിൽ മുള്ളി എന്ന് വിളിക്കും. അപ്പോൾ ഈ പള്ളി മുള്ളി എന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടി ചിരിക്കും. ഇതാണ് ഇത്രയും കണ്ടപ്പോഴേ എനിക്ക് ഇതിൻ്റെ നിലവാരം മനസ്സിലായി. ഇത് ഒരു ഇരട്ടപ്പേരായിട്ട് പുള്ളിക്കാരനെ തോന്നും. അങ്ങനെ ഇയാൾ സൂയിസൈഡ് ചെയ്യാൻ തോന്നും. സൂയിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അത് വേറൊരു കോമഡി. അതായത് മൂക്ക് പൊത്തി ശ്വാസം പിടിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇതാണ് തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് റൈറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്യുന്ന മാർഗം. അപ്പം അവിടെ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എവിടെയാണ് ഇതൊക്കെ പ്രേക്ഷകരെയൊക്കെ ഒന്ന് കണക്റ്റ് ആക്കാൻ കൊണ്ടുവരുന്ന പരിപാടിയാണ്. ഇതൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇതേപോലെ ഒരു അപരാധം സ്റ്റോറിയാണ് ഈ പടത്തിൽ മുഴുനീളെ പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരിക്കലും ഇതൊരു സിനിമയായിട്ട് പരിഗണിക്കുന്നില്ല. കാരണം ഇതൊരു 15 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ട ചെറിയൊരു കണ്ടന്റ് ഉണ്ട്. ആ ഒരു കണ്ടന്റ് എന്തിനാ ഇതിപ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ അങ്ങാണ്ടുണ്ട് ഈ പടം. കാരണം അത്ര ഉണ്ടെങ്കിലും ചില പടങ്ങൾ നമ്മൾ കാണുമ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും അറിയത്തില്ല. ഇപ്പോൾ തന്നെ സർവ്വമയ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. തിയേറ്ററിൽ കണ്ട കഥ നമ്മൾ തുടങ്ങിയതും തീരുന്നതും നമുക്ക് അതിനകത്ത് അറിയത്ത് പോലുമില്ല. ഇതിനകത്ത് 2 മണിക്കൂർ ഉണ്ടെങ്കിലും ഇതിന് എന്തൊരു ദൈർഘ്യമായിട്ട് തോന്നുന്നറിയോ? അതുപോലെ അപരാധമാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ആക്ടർമാരെന്ന് പറഞ്ഞാൽ 2 ആക്ടർമാരുണ്ട്. അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, കാരണം അവരെ കൊണ്ട് വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഹരിശ്രീശോകനുണ്ട്. ഹരിശ്രീശോകൻ എന്ന് പറയുന്നത് ഇതിനകത്തൊരു നാടകം ഡയറക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരന് വയ്യാതിരുന്ന പുള്ളിക്കാരനെ പിന്നെയും ഇതിനകത്ത് വിളിച്ചുകൊണ്ട് വന്ന് കുറച്ചുകൂടെ വയ്യാതാക്കിയിട്ടുണ്ട്. ശാന്തിവിള ദിനേശനുണ്ട്. ശാന്തിവിള ദിനേശൻ ഏതാ മറ്റേ ഒരു ജോത്സ്യനായിട്ട് വരുന്നുണ്ട്, ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്ന ആ പുള്ളിക്കാരൻ തന്നെ. അത് കഴിഞ്ഞിട്ട് അൽത്താർ സലീം വെറുപ്പീര് എന്ന് വെച്ചാൽ അൽത്താർ സലീമിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ എക്സിൻ്റെ ഹസ്ബൻഡായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. എന്തൊരു വെറുപ്പീരാണെന്നറിയോ? അപ്പോൾ ജോണി ആൻ്റണി ഒരു കോർപ്പറേഷൻ ബിസിനസ് ഒരു കൗൺസിലറായിട്ട് വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ വെറുപ്പീര് വേറെ. അങ്ങനെ പടത്തിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ മുഴുവൻ വെറുപ്പിരിക്കലിൻ്റെ അങ്ങേയറ്റം
പിന്നെ സീരിയലിലൊക്കെ ഉള്ള കുറച്ച് പേരെയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പൈസ മുടക്കുന്നവർക്ക് ഈ പൈസ വെറുതെ കിട്ടുന്നതാണ്. ഞാൻ ആലോചിക്കുന്നതാ, വെറുതെ കൊണ്ടുപോയി പടം ചെയ്യുക, പൊട്ടിക്കുക, എന്നിട്ട് ഇതെല്ലാം കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടം പൊട്ടത്തില്ലേ? ഒരു സിനിമയ്ക്ക് മാജിക് മഷ്റൂം എന്നല്ലായിട്ടുണ്ട്, നാദിർ ഷാ കുഴി ബോംബ് ഇതാണ് ഇടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് വെറുപ്പീര് പടം, അത്രയ്ക്ക് വെറുപ്പീര്. എനിക്ക് എൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു സീൻ പോലും, ഇതിനകത്ത് ഒരു സീൻ എനിക്ക് ഒരു ചിരി വന്നു. അത് എന്തുവെന്ന് പറഞ്ഞാൽ, ചായക്കടയിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക വിഷ്ണു ഉണ്ണികൃഷ്ണനും 2 ഫ്രണ്ട്സും. അപ്പോൾ ഇത് ഫ്രഷ് കോമഡി ഒന്നും അല്ല, പക്ഷേ നമ്മൾ അതിനകത്ത് ആ ഒരു കോമഡി എനിക്ക് കാണത്തായി. അപ്പം ഒരുത്തൻ പൊറോട്ടയും മേടിക്കും, ഒരുത്തൻ ഇഡലിയും മേടിക്കും. അപ്പം പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പൂച്ചയുടെ ശബ്ദം, ആ പൂച്ചയുടെ ശബ്ദം കേട്ടോണ്ട് കടക്കാരൻ ഓണർ പറയും, പൊറോട്ടയുടെ മണ്ടയിൽ നിന്ന് എഴുന്നേറ്റ് മാറ് പൂച്ചയെന്ന് പറയും. അപ്പോൾ അത് കേട്ടോണ്ട് ഇഡലി കഴിക്കുന്നവൻ ചിരിക്കും. പിന്നെ ഓണർ അത് തിരുത്തി പറയുന്നുണ്ട്, ഇപ്പോൾ ഇഡലിയുടെ മണ്ടയിൽ നിന്ന് ഓടിച്ചു വിട്ടതേ ഉള്ളെന്ന്. അപ്പോൾ അവിടെ അത് ഫ്രഷ് അല്ലെങ്കിലും എനിക്ക് അവിടെ ഒരു കുറച്ച് ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ട്. ബാക്കിയെല്ലാം തുടക്കം തൊട്ട് അവസാനം, പിന്നെ ഈ ഒരു പടത്തിൻ്റെ കൂട്ട് തന്നെ മാജിക് മഷ്റൂമിൻ്റെ കൂട്ട് തന്നെ ചില ഷോട്ടുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷോട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് മാജിക് മഷ്റൂം ഞാൻ അടിച്ചിട്ടില്ല, മദ്യം അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷേ ഇത് പറയുന്നവരുടെ കാര്യം കേട്ടിട്ടുണ്ട്, നമ്മുടെ വിയർപ്പ് ഒഴുകുന്നതും തറയിൽ വീഴുന്ന ശബ്ദം ഇതൊക്കെ അവർ പ്രത്യേകിച്ച് കേൾക്കും. പിന്നെ ചില കാര്യങ്ങൾ അവർ എടുത്ത് കാണിക്കുന്നുള്ള രീതി, അതേപോലെ ഇതിനകത്ത് അവർ ക്രിയേറ്റ് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സിനിമ അങ്ങനെ എടുത്തില്ലെങ്കിലും പടത്തിന്, അങ്ങനെ എടുത്താലും എടുത്തില്ലെങ്കിലും പടത്തിനൊന്നും സംഭവിക്കാനില്ല. പിന്നെ അതിനകത്ത് സൂയിസൈഡ് ചെയ്യുന്ന കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്. ഈ അപരാധം സൂയിസൈഡ് അവർ തിരുത്തി പറയുന്നുമുണ്ട്. വേറെ ഒന്നുമില്ല, ഈ നീന്തൽ പഠിക്കുന്നവർ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കുക. അപ്പോൾ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കുമ്പം നമ്മൾ നീന്തൽ അറിയാത്തവരാണെങ്കിൽ വെള്ളം കുടിച്ച് എന്തോരം താന്നു പോകും. അപ്പോൾ അതല്ല, നീന്തൽ അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ വെള്ളത്തിൽ താന്നു പോകുമ്പോൾ തന്നെ നമ്മളുടെ ബോഡി അത് ഇതിനെ റിയാക്ട് ചെയ്ത് നമ്മളറിയാതെ നമ്മളെ കൊണ്ട് നീന്തിക്കൊള്ളും. ഇതാണ് അതിനകത്ത് അവരത് തിരുത്തി പറയുന്നുണ്ട്. ഈ ആദ്യമേ ഇത് അവരത് കാണിച്ചു വെച്ചാൽ പിന്നെ അത് ഒരു തിരുത്തിയതാണെന്ന് തോന്നുന്നു, എനിക്കത് മനസ്സിലായി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു കണ്ടന്റ് ചെറുതായിട്ടുണ്ട്. ഒരു അതേപോലെ ഉള്ളൊരു പടം, വെറുപ്പീരിൻ്റെ അങ്ങേയറ്റം, നാദിർ ഷാ കുഴി ബോംബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.